രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി എഐസിസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കും. എഐസിസിക്ക് പുറമെ കെപിസിസിയും പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും എഐസിസി, കെപിസിസി, ഡിസിസി ഘടകങ്ങൾ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എഐസിസി നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നത്. എഐസിസിക്ക് പുറമെ ഓരോ മണ്ഡലങ്ങൾക്കും കെപിസിസി നിരീക്ഷകരും ബ്ലോക്ക് തലത്തിൽ ഡിസിസിയും പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. വണ്ടൂരിൽ വിശ്വനാഥനും നിലമ്പൂരിൽ സലീം അഹമ്മദും ഏറനാട്ടിൽ ഷാക്കിർ സിനദിനുമാണ് എഐസിസി നിരീക്ഷകർ. കെപിസിസി നിരീക്ഷകരായി PA സാലിം നിലമ്പൂരിലും PM സുരേഷ് ബാബു ഏറനാട്ടിലും KC അബു വണ്ടൂരിലും പ്രവർത്തനങ്ങൾ വിലയിരുത്തും. അപ്പോൾ ഇങ്ങനെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എഐസിസിയുടെയും കെപിസിസിയുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പാർട്ടി പ്രവർത്തകന്മാരുടെ ഉത്സാഹവും DCCയുടെ, KPCCയുടെ, എഐസിസിയുടെ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ചിട്ടയായ ആസൂത്രണം രണ്ടും കൂടി കൂടിച്ചേർന്നുകൊണ്ട് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഉറച്ച വിശ്വാസവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. PK ബഷീർ MLA ചെയർമാനും മുഹമ്മദ് കുഞ്ഞി കൺവീനറുമായ മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. 3 അസംബ്ലി മണ്ഡലങ്ങളിലും തിളക്കമാർന്ന ഭൂരിപക്ഷമാണ് UDF ലക്ഷ്യമിടുന്നത്. മീഡിയ 1 മലപ്പുറം.